പോലീസുകാരനാവുക എന്നത്. പക്ഷേ ഫൈസൽ പറയുന്നത് തനിക്ക് വളഞ്ഞ വഴി അറിയാത്തത് കൊണ്ടാണ് പോലീസുകാരനാവാൻ കഴിഞ്ഞില്ല എന്ന്. ശരീരഘടന ഒക്കെ ഉണ്ടായിട്ട് പോലീസുകാരനാവാൻ കഴിയാതെ പോയതിൽ ദുഃഖവും വേദനയും ഉള്ളിലൊതുക്കി ഫൈസൽ ദുബായിലെത്തിയപ്പോൾ കേരള പോലീസുകാരനായി എന്ന കഥയിലേക്ക്, കൗതുക കഥയിലേക്ക് പ്രവേശിക്കാം. ഇത് ഫൈസൽ, പോലീസാവാൻ മോഹിച്ച മലയാളി, പോലീസ് വേഷം സ്വപ്നം കണ്ട മയ്യഴി സ്വദേശി. ഫൈസലിന്റെ മനസ്സിൽ പോലീസ് വേഷമിട്ട മമ്മൂട്ടിയും സുരേഷ് ഗോപിയും നിറഞ്ഞു നിൽക്കുന്നു. കേരള പോലീസ് വേഷത്തിൽ പൊതുപരിപാടികളിലെത്തുന്ന ഏക മലയാളി. ജീവിതത്തിൽ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന പോലീസുകാരനാവുക എന്ന മോഹം ദുബായിലെത്തി പൂർത്തീകരിക്കുകയാണ് ഫൈസൽ. 19 വർഷമായി പൊതുപരിപാടികളിൽ പോലീസ് വേഷമിട്ട് പൊതുജനങ്ങളെ നിയന്ത്രിക്കുന്ന ഫൈസൽ താൻ പോലീസ് വേഷമിട്ടാൽ മറ്റൊരാളായി മാറുമെന്ന് പറഞ്ഞു. ഈ ഡ്രസ് ഇട്ടിട്ട് സുഹൃത്തുക്കൾക്ക് എന്താ അഭിപ്രായം? സുഹൃത്തുക്കൾ എന്താ പറയാ ഡ്രസ് ഇട്ടിങ്ങനെ? അതായത് പോലീസിന്റെ വേഷം ഇട്ട ഫസലിനെ കാണുമ്പോൾ സുഹൃത്തുക്കൾ അതാണ് സുഹൃത്തുക്കൾക്ക് അഥവാ നീ പോലീസ് വേഷം ഉണ്ടെന്ന് പറയും. കാരണം വെച്ചാൽ ഞാൻ പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കളോട് ഞാൻ സുഹൃത്തുക്കളായിട്ട് കരുതില്ല. ആ ഒരു ദേഷ്യം അവർക്കുണ്ട്. സുഹൃത്തുക്കൾ മാത്രമല്ല, എൻ്റെ കുടുംബക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ പ്രോഗ്രാം വരുമ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മുമ്പേ ഇരിക്കാനോ ഞാൻ പറയില്ല, നിങ്ങളുടെ ടിക്കറ്റ് എവിടെയുള്ള അവിടെ തന്നെ ഇരിക്കണം എന്ന് പറയും. അതിൽ ശരിയായൊരു പോലീസുകാരൻ അതിൽ നിൽക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിറ്റേ ദിവസം കാണുമ്പോൾ പറയും ഇനി ഡ്രസ്സ് ഇടുമ്പോ എന്റെ സ്വഭാവം മാറുന്നു. അതുവരെ നല്ല മനുഷ്യൻ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാണ്. അതുകൊണ്ടാണ് അടുത്ത സ്പോൺസർ അടുത്ത പരിപാടിക്ക് തന്നെ വിളിക്കുന്നത്. നമുക്ക് ഇവിടെ ഹെലികോപ്റ്ററിൽ സമയത്ത് സ്വീകരിക്കാൻ പോയ കൂട്ടത്തിലുണ്ടായി, ഞാൻ കണ്ടിരുന്നു അതിന്റെ വിഷ്വല്. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ അനുഭവം? നല്ല അനുഭവമായിരുന്നു. നമുക്ക് എന്ത് പറഞ്ഞു? നമുക്കൊക്കെ പറഞ്ഞു പെട്ടെന്ന് മൂപ്പർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇത് പോലീസായിട്ടുള്ള സ്വീകരിക്കണം നല്ല കാര്യം. നാട്ടുകാർ എന്താ പറഞ്ഞത്? നാട്ടുകാർ പറഞ്ഞു മമ്മൂക്കയുടെ നാട്ടിൽ നിന്ന് ഒരു SI കൂടി വന്നിട്ടുണ്ട് എന്നുള്ള. പിറ്റേ ദിവസം ഒരുപാട് ആൾക്കാർ, ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഞാനന്ന് അവർക്ക് അറിഞ്ഞില്ല. അത് ശരി, അറിയാതെ ഞാൻ കേട്ടു ആൾക്കാർ പറയുന്നത്. എത്ര പേരെ കൂടെ പടം എടുത്തിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സില്? ഓൾമോസ്റ്റ് എല്ലാ നടന്മാരും നടിമാരും സിംഗേഴ്സ്, പാകിസ്ഥാനി ക്രിക്കറ്റ് സ്റ്റാർ, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് സ്റ്റാർ. ഈ ഡ്രസ് ഇട്ടിട്ട് ഇപ്പോൾ 19 വർഷമായിട്ട് ഇങ്ങനെ തുടരുന്നുണ്ട്. ഒരുപാട് പരിപാടികളിൽ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ, നിങ്ങൾ SI ആണെന്ന് മനസ്സിൽ വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് DYSP ആവണോ SP ആവണം തോന്നുന്ന പോലെ അതിന് കീഴിൽ കുറെ SIമാർ CIമാർ ഉണ്ടാവുന്ന പോലെ നിങ്ങൾക്ക് ഈ ഡ്രസ് ഇട്ടിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുവന്നൂടെ? അതിന് ഞാൻ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വെച്ചാൽ അപ്രൂവൽ കിട്ടണം ഇവിടുന്ന്. ഇവിടെ അപ്രൂവൽ കിട്ടണമെങ്കിൽ ഇവിടുത്തെ നമ്മൾ കമ്പനി എഴുതി കൊടുക്കണം നമുക്ക് നോ ഒബ്ജെക്ഷൻ. അപ്പോൾ ഇവിടെ പോലീസിൽ എഴുതി പോകണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഈ സെക്യൂരിറ്റി ജോലി ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊന്നും കമ്പനിയിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു എംബിഷൻ, നിങ്ങൾക്ക് എന്താ ഒരു പ്രതീക്ഷ ഉള്ളത് അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉള്ളത്? ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഒരു SI ആക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മോനിപ്പോൾ 10ാം ക്ലാസ് പഠിക്കുകയാണ്. അവനിപ്പം ജാൻ ചേച്ചിലെ പെറ്റി ഓഫീസർ, NCC പെറ്റി ഓഫീസറാണ്.
ഞങ്ങൾ ഇത്തരം കൗതുക വാർത്തകളും വ്യക്തിത്വങ്ങളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകുന്നത് ഗൾഫിലെത്തുമ്പോൾ പലരും സ്വന്തം ജീവിത സ്വപ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാക്കുന്നത് എന്ന് വ്യക്തമാക്കാനാണ്. കവിതകൾ എഴുതിയും കഥകൾ എഴുതിയും ജീവിത സ്വപ്ന സാക്ഷാത്കാരം നിർവഹിക്കുന്നവർ, ശില്പങ്ങൾ ഒരുക്കിയും ചിത്രകലാ സങ്കേതങ്ങൾ മുഴുകിയും നാടക സിനിമ അഭിനയങ്ങൾ ചെന്നെത്തിയും സ്വയം വഴി കണ്ടെത്തുന്നവർ, ജീവിതത്തിന്റെ ഒട്ടേറെ വഴികളിലൂടെ തങ്ങളുടെ കഴിവ് പ്രകടമാക്കുന്നവർ, ഇവരുടെ വഴിത്താരകളിൽ പ്രകാശം പരത്തുന്ന സംഭവവികാസങ്ങൾ എന്നത് ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണ്. പ്രമുഖ വ്യക്തികളുമായി ചേർന്നെടുക്കുന്ന ഫോട്ടോകളിൽ മറ്റും പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വന്തം ജീവിത സാക്ഷാത്കാരം നിർവഹിക്കുന്നതായി അവർക്ക് തോന്നുന്നു. ഗൾഫ് ജീവിതം ഇങ്ങനെ മനുഷ്യരുടെ ജീവിത കാഴ്ചപ്പാടിൽ എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നാം അറിയുകയാണ്. വലിയ മോഹങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലല്ല, ചെറിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലാണ് പലരും സന്തോഷം.